ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. കാലവർഷം. കേരളത്തിൽ ഇത്തവണ മെയ് 19 മുതൽ കാലവർഷത്തിന് മുന്നോടിയായുള്ള മഴ വടക്കൻ ജില്ലകളിൽ ശക്തമായി. ശനിയാഴ്ചയായതോടെ തെക്കു പടിഞ്ഞാറൻ കാലവർഷമെത്തി. ജൂൺ 1 മുമ്പ് തന്നെ കാലവർഷം എത്തുമെന്ന് സൂചനകൾ ലഭിച്ചിരുന്നെങ്കിലും ഏകദേശം 8 ദിവസം മുൻപാണ് കാലവർഷം എത്തിയിരിക്കുന്നത്. എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു. 2009 ശേഷം ഇത്രയും നേരത്തെ കാലവർഷം തുടങ്ങുന്നത് ഇപ്പോഴാണ്. 2009 മെയ് 23 കാലവർഷം തുടങ്ങിയത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലവർഷത്തിൽ കേരളത്തിൽ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുമുണ്ട്. 2018.6 മില്ലിമീറ്റർ മഴയാണ് സാധാരണയായി ഈ സീസണിൽ കേരളത്തിൽ ലഭിക്കേണ്ടത്. കഴിഞ്ഞ വർഷം 1748 മില്ലിമീറ്റർ മഴ മാത്രമായിരുന്നു ലഭിച്ചത്, ഏകദേശം 13% കുറവ്. എന്നാൽ ഇത്തവണ തമിഴ്നാട്, ലഡാക്ക്, വടക്കുകിഴക്ക് ഇന്ത്യ ഒഴികെ രാജ്യത്ത് പൊതുവെ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് സൂചന. പൊതുവിൽ പസഫിക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നുള്ള സൂചനകൾ ഇത്തവണ കാലവർഷത്തിന് അനുകൂല സാഹചര്യം നൽകുന്നുണ്ട്. സൂര്യനിൽ നിന്നുള്ള സൗരവാതങ്ങളുടെയും ഊർജ്ജപ്രവാഹത്തിന്റെയും ഏറ്റക്കുറച്ചിലുകൾ മുതൽ ദീർഘകാല കാലാവസ്ഥയിലെ ആവർത്തനാത്മക സ്വഭാവം വരെ മൺസൂണിനെ ബാധിക്കുന്നതായി ഗവേഷകർ കണ്ടെത്തിയിരുന്നു. 2018 കനത്ത മഴയും വയനാട്ടിലെയും കുടകിലെയും ഉരുൾപൊട്ടലുകളും മഴയിലെ ഈ ദീർഘകാല വർധനവിന്റെ ഭാഗമാകാം എന്ന നിർണായക വാദവും ഗവേഷകർ പങ്കുവയ്ക്കുന്നു. വരും വർഷങ്ങളിലും മഴയുടെ തീവ്രതയിൽ വർധന പ്രതീക്ഷിക്കാമെന്നും പ്രകൃതിക്ഷോഭങ്ങളെ പ്രതിരോധിക്കാൻ കൂടുതൽ കരുതൽ നടപടികൾ ആവശ്യമാണെന്നുമാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. മൺസൂൺ യഥാർത്ഥത്തിൽ മഴയല്ല, മഴ കൊണ്ടുവരുന്ന കാറ്റാണ്. ലോകത്തിവിടെ മാത്രമല്ല മൺസൂൺ ഉള്ളത്, എങ്കിലും ഇവിടത്തെ മൺസൂൺ വളരെ പ്രാധാന്യമുള്ളതാണ്. മൗസം എന്ന് ഈ കാറ്റിന് പേരിട്ടത് അറബികളാണ്. പിന്നീട് അത് ഇംഗ്ലീഷിലായപ്പോൾ മൺസൂണായി മാറി. ഇന്ത്യയിലെ കൃഷി കാലവർഷക്കാറ്റിനെ അടിസ്ഥാനമാക്കിയാണ്. സത്യത്തിൽ മൺസൂൺ സീസണിൽ ഉൾപ്പെടുന്നതാണ് കാലവർഷവും തുലാവർഷവും. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലവർഷത്തിനും വടക്കുകിഴക്കൻ മൺസൂൺ തുലാവർഷത്തിനും കാരണമാകുന്നു. കേരളത്തിലെ കർഷകർക്ക് വളരെ ആശ്വാസം നൽകുന്ന വാർത്തയാണ് കാലവർഷം നേരത്തെ എന്നതും കൂടുതൽ മഴ ലഭിക്കുമെന്നുള്ളതും. കേരളത്തിൽ ആലപ്പുഴ, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നീ ജില്ലകളിലാണ് കൂടുതലും കാർഷിക വൃത്തിയുള്ളത്. ഇതിൽ ആലപ്പുഴ ജില്ലയിൽ കൂടുതലും വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളാകയാൽ പെയ്യുന്ന മഴവെള്ളം ഒലിച്ചു പോകാനുള്ള സാഹചര്യം കുറവാണ്. നേരത്തെ മഴ എത്തുന്നു എന്നുള്ളതും കൂടുതൽ മഴ ലഭിക്കുമെന്നുള്ളതും കർഷകരിൽ സമ്മിശ്ര വികാരമാണ് ഉണ്ടാക്കുന്നത്. വൈവിധ്യമാർന്ന കൃഷി രീതികളിലൂടെയും ഒരേ സമയം വിവിധങ്ങളായ കാർഷിക വിഭവങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച ആലപ്പുഴ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ യുവ കർഷകൻ സുജിത്ത് ഉള്ളി പോലുള്ള കാർഷിക വിഭവങ്ങൾ കൃഷി ചെയ്യുക, മത്സ്യകൃഷിക്കൊപ്പം ഇടവിളകൾ കൃഷി ചെയ്യുക എന്നിങ്ങനെ തികച്ചും വ്യത്യസ്തമാണ് സുജിത്തിന്റെ കൃഷി രീതികളും വിപണനവും. മികച്ച യുവ കർഷക അവാർഡ് ഉൾപ്പെടെ ഇതിനോടകം അനേകം പുരസ്കാരങ്ങൾ സുജിത്തിനെ തേടിയെത്തിയിട്ടുണ്ട്. സുജിത്ത് വാർത്താ തരംഗിണിയോട്. ഞാൻ കൃഷി ചെയ്ത് തുടങ്ങിയ സമയത്ത് പരമ്പരാഗത രീതിയിലുള്ള പച്ചക്കറി കൃഷിയും പരമ്പരാഗത രീതിയിലുള്ള നെൽകൃഷിയാണ് ചെയ്തു പോകുന്നത്. നെൽപ്പാടങ്ങൾ പറ്റുന്ന സമയം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലൊക്കെയാണ്. അപ്പൊ ആ സമയത്ത് പാടത്ത് തുണ്ടം കോരി പച്ചക്കറി കൃഷി ചെയ്യുക എന്നുള്ള സിസ്റ്റമാണ് നമ്മൾ ചെയ്തു പോരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് നല്ല മഴ, ജൂൺ മാസം ആകുമ്പോൾ മഴ പെയ്യും. ആ മഴക്ക് തൊട്ട് മുമ്പായിട്ട് പച്ചക്കറിയുടെ വരമ്പെല്ലാം അടിച്ച് അതിന്റെയൊക്കെ വളങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചിട്ട് നെല്ല് വിതക്കുന്ന ഒരു സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. കരപ്പാടങ്ങളിലൊക്കെ നല്ല വെള്ളക്കെട്ടുള്ള പാടങ്ങളിലൊക്കെ കൃഷി പച്ചക്കറി കൃഷി തന്നെ ഹൈടെക് ചെയ്യും. അതിനുശേഷം നമ്മൾ ഒരു ടൈം കഴിയുമ്പോൾ ആ ഷീറ്റും പൈപ്പും എല്ലാം എടുത്ത് മാറ്റിയിട്ട് വീണ്ടും നെൽകൃഷി എന്നൊരു രീതിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു ഹൈടെക് രീതിയിലുള്ള സിസ്റ്റം കൂടെ വന്നപ്പോൾ നമുക്ക് 360 ദിവസവും പച്ചക്കറി കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും അന്നത്തെ കാലാവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. അന്നൊക്കെ എന്ന് വെച്ചാൽ ജൂൺ മാസത്തിലെ കൃത്യമായിട്ട് മഴ പെയ്യും. കൃത്യമായിട്ടൊരു ഇടവേളയിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് നന്നായിട്ട് ഹാർവെസ്റ്റിംഗ്
നടന്നു പോകുന്നിരുന്നു. പക്ഷെ ഇപ്പോഴെന്ന് വെച്ചാൽ പണ്ടത്തെ രീതിയിലുള്ള വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യങ്ങൾ ഇപ്പൊ എല്ലായിടത്തും പൊതുവെ കുറവാണ്. പണ്ടത്തെ തോടിനുള്ള വീതിയൊന്നുമില്ല. മറ്റുള്ള വെള്ളക്കെട്ടുകളൊക്കെ കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ മഴയൊക്കെ തന്നെ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് മഴ ഇപ്പൊ പെയ്യുന്നത്. ഇത്ര തന്നെ കാലാവസ്ഥ പ്രവചിക്കുന്നത് ചില കൂടുതൽ മഴ കിട്ടുമെന്നാണ്. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാൽ കർഷകർക്ക് ഇവിടെ എന്ന് വെച്ചാൽ കുട്ടനാടൻ മോഡൽ സിസ്റ്റമാറ്റിക്കുള്ള നെൽകൃഷിയല്ല ഇവിടെ ഉള്ളത്. പൂർണ്ണമായിട്ടും കാലാവസ്ഥയെ ആശ്രയിച്ചുള്ള ഒരു കൃഷിയാണ് ഇവിടെ ഈ പ്രദേശമൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ മഴ കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഈൽഡ് കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് കൃഷിയെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുകയും നെൽകൃഷി നമുക്ക് ലാഭകരമായിട്ട് കൊണ്ടുപോയി പറ്റുകയും ചെയ്യാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് പച്ചക്കറി കൃഷിയോടെ ചെയ്യുമ്പോൾ നമുക്ക് 360 ദിവസവും പാടത്തെ നമുക്ക് കൃത്യമായിട്ട് വിനിയോഗിക്കുകയും ഇതിന്റെ വളം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നതിലുള്ള കൃഷി നമുക്ക് ലാഭകരമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യാം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കാലവർഷം കുറച്ച് ഇത്ര നെൽകൃഷിക്ക് ആണെന്നാണ് ഞാൻ കണക്കൂട്ടുന്നത്. കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ ഇതിനേക്കാളും ഇതിനേക്കാളും ഒരു 2 ആഴ്ചക്ക് മുമ്പേ, അതായത് മെയ് 15 കഴിഞ്ഞപ്പോൾ തന്നെ കാലവർഷം പെട്ടെന്ന് തന്നെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പൊ എല്ലാവരും വിതച്ചു തുടങ്ങുന്ന സമയമാണ്. ഈ മേടം 10-നാണ് വിതക്കുന്നതെങ്കിലും ഇപ്പൊ ഈ 4-5 വർഷമായിട്ട് അങ്ങനെ കൃത്യമായിട്ട് വിതക്കാൻ പറ്റില്ല. ആ സമയത്ത് മഴ കൃത്യമായിട്ട് കിട്ടാറില്ല എന്നുള്ളതാണ്. പാടം ഓണായി കിടക്കുകയാണ്. അപ്പൊ ഒരു മെയ് ആദ്യത്തോടുകൂടിയാണ് മഴ കാര്യമായിട്ട് വന്ന് തുടങ്ങുന്നത്. അപ്പൊ ഇത്തവണ എന്ന് വെച്ചാൽ ഒരു മാസമായിട്ട് കുറച്ച കിട്ടി പാടങ്ങളെല്ലാം നേരത്തെ തന്നെ അത്യാവശ്യം വിതക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഗുണമെന്ന് വെച്ചാല് ഇപ്പൊ മഴ പെയ്യുന്ന മുമ്പ് തന്നെ ഞാറ് നന്നായിട്ട് മുളച്ചു തുടങ്ങും. വെള്ളം വരുന്നതനുസരിച്ച് ഞാറ് പെട്ടെന്ന് തന്നെ ഹൈറ്റ് വെച്ച് പോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണ കാലാവസ്ഥ അനുകൂലമായിട്ടാണ് വരുന്നത്. പൂർണ്ണമായിട്ടും വെള്ളക്കെട്ട് വരുന്ന സ്ഥലത്ത് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യാതെ തെങ്ങിനും അങ്ങനെയുള്ള പച്ചക്കറിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കാലവർഷത്തിനു മുന്നോടിയായി കേരളത്തിൽ പരക്കെ നല്ല മഴയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. വടക്കൻ ജില്ലകളിൽ കനത്ത മഴയാണ്. 2023 പത്മശ്രീ അവാർഡ് ജേതാവും വയനാട് ജില്ലയിലെ അപൂർവ വിത്തുകളുടെ സംരക്ഷകൻ എന്നും അറിയപ്പെടുന്ന ചെറുവയൽ കെ രാമൻ ഇപ്പോൾ പെയ്യുന്ന മഴയും നേരത്തെ എത്തിയ കാലവർഷവും കാർഷിക മേഖലയെ എങ്ങനെ സ്വാധീനിക്കും എന്ന് വ്യക്തമാക്കുന്നു. 60 ഇനം പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിനാണ് നെല്ലച്ചൻ എന്ന് വിളിപ്പേരുള്ള അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത്. ചെറുവയൽ കെ രാമൻ വാർത്താ തരംഗിണിയോട്. കാലവർഷം എന്ന് പറയുമ്പോൾ 14 ജില്ലയിലെ വ്യത്യസ്തമായ കൃഷി രീതികളാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ ഓരോ ജില്ലയിലും അതിന്റെ ആവാസ വ്യവസ്ഥ അനുസരിച്ചിട്ടുള്ള കൃഷി രീതികൾ കൊണ്ടുപോകാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടാണ്. വയനാട് ജില്ലയിൽ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, ഇവിടെ 2ാം വിളവെടുക്കുന്ന ടൈമും കൂടിയാണ്. അപ്പൊ 2ാം വിളവെടുക്കുന്ന ടൈം ആയതുകൊണ്ട് ഇപ്പം ആ മഴ നമുക്ക് ഇവിടുത്തെ കർഷകർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പോൾ അത് കോഴിക്കോടോ അല്ലെങ്കിൽ മറ്റുള്ള ജില്ലകളിൽ അവിടെ ചിലപ്പം കൃഷി ഉണ്ടായിരിക്കില്ല, ചിലപ്പോൾ മഴയും കാണുമായിരിക്കില്ല. അതായത് 2ാം കൃഷി വിളവെടുപ്പാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കാലവർഷം വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല പഴയ കാലാവസ്ഥ അനുസരിച്ച് നോക്കുമ്പോൾ ഇപ്പം മഴ തുടങ്ങേണ്ട കാലം ആയില്ല. മഴ തുടങ്ങാൻ ആവുന്നേ ഉള്ളൂ. അപ്പൊ പണ്ട് കാലത്താണെങ്കിൽ നമുക്ക് ഏതാണ്ട് ഇടവ പകുതി ആവുമ്പോഴേ മഴ തുടങ്ങാൻ സാധ്യതയുള്ളൂ. പക്ഷെ ഇപ്പൊ അതല്ല, ഇപ്പോഴേ മഴ തുടങ്ങിക്കഴിഞ്ഞു. 2ാം കൃഷിക്ക് വിളവെടുക്കും, മഴ പെയ്ത് ഇപ്പൊ നമുക്ക് നാശം ഉണ്ടാക്കുന്നു. ഇനി അടുത്ത 1ാം കൃഷി തുടങ്ങുമ്പോൾ ചിലപ്പോൾ മഴ ഇല്ലാന്നും വരും. 1ാം കൃഷിക്ക് നമുക്ക് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയോ മഴയില്ലാതെ വിഷമിക്കുകയോ ചെയ്യുന്ന അവസരം ഉണ്ടാവും. അതും നമുക്ക് ബുദ്ധിമുട്ടേറെ ഉണ്ടാക്കുന്നു. ഇന്നിപ്പോ നമുക്ക് നോക്കാം, ഇന്ന് താളം തെറ്റിയ മഴയാണ് കാലവും ഉണ്ടായിട്ടുള്ളത്. 60ന്റെ ശേഷം നമ്മൾ കാലവർഷത്തിന്റെ താളം തെറ്റിക്കൊണ്ടിരിക്കുക. അതിന്റെ മുൻകാലങ്ങളിൽ അത്രയൊന്നും താളം തെറ്റുന്ന അവസ്ഥ ഉണ്ടായില്ല. അപ്പൊ ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്, ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് നാം പരിശോധിക്കുന്നതല്ലേ നല്ലത്. കാരണം കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാവാൻ എന്തെല്ലാം കാരണങ്ങളാണ്, പ്രകൃതിയിൽ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുക. വയനാടിന്റെ പണ്ട് കാലത്തുള്ള ആവാസ വ്യവസ്ഥിതി അല്ല ഇപ്പോൾ ഉള്ളത്. കാട് പോയി, തോട് പോയി, പുഴ പോയി, കുന്ന് പോയി, മല പോയി. മാത്രമല്ല പലതരത്തിലുള്ള വൈദ്യുതി തരംഗിണി പോലെയുള്ള തരംഗിണികൾ, അങ്ങനെ പ്രകൃതിക്ക് പലതരത്തിലുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പം സ്വാഭാവികമായി കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാവും എന്നാണ്. അപ്പൊ ഇതിനൊക്കെ ഉത്തരവാദി നമ്മൾ തന്നെയാണ്. എന്താണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അതായത് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഇവിടെ നട്ടം തിരിക്കുന്നത് കർഷകരാണ് എല്ലാ അർത്ഥത്തിലും. ഇത് തിയറിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, പ്രാക്ടിക്കലായിട്ട് എങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ടത്. എല്ലാ വർഷവും മഴക്കാലം രോഗങ്ങളുടെ കാലം കൂടിയാണ്. ജലദോഷം, പനി എന്നീ സാധാരണ കണ്ടുവരാറുള്ള പകർച്ചവ്യാധികളാണ് പണ്ടുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് പനി തന്നെ എത്ര വിധം. ഇതിനു പുറമെ ജന്തുജന്യ രോഗങ്ങൾ വേറെയും. ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, എലിപ്പനി, ചെള്ളുപനി, വിവിധതരം വൈറസുകൾ പരത്തുന്ന പനി എന്നു വേണ്ട ആരോഗ്യ മേഖലയിൽ ഏറെ സങ്കീർണതകൾ അവശേഷിപ്പിക്കുന്ന കാലമാണ് ഓരോ കാലവർഷവും.
പൊതുജന ആരോഗ്യ രംഗം നേരിടുന്ന പ്രശ്നങ്ങൾ ലഘൂകരിക്കുന്നതിനും മഴക്കാലത്ത് എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ വാർത്താ തരംഗിണിയോട്. കേരളത്തിൽ കാലവർഷം എത്തിയതോടെ പലതരത്തിലുള്ള മഴക്കാല രോഗങ്ങൾക്കുള്ള സാധ്യതയും വർദ്ധിച്ചിട്ടുണ്ട്. അത് സാധാരണ ജലദോഷ പനി മുതൽ ഗുരുതരമായിട്ടുള്ള ജലജന്യ രോഗങ്ങൾ വരെ നമ്മൾ പകരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഇനിയുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുവാനായിട്ട്. പ്രധാനമായിട്ടും നമ്മൾ ഈ മഴക്കാലത്ത് കണ്ടുവരുന്നത് ഈ സാധാരണ വൈറൽ പനി തന്നെയാണ്, ജലദോഷ പനി തന്നെയാണ്. അത് ഒരു നിരുപദ്രവകാരിയായിട്ടുള്ള പനിയാണ്. കുട്ടികൾക്ക് സ്കൂളിലും മറ്റും പോകുന്നതിന് തടസ്സം ഉണ്ടാക്കുന്നു എന്നുള്ളതല്ലാതെ അത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. എന്നാൽ മറ്റ് ചില രോഗങ്ങൾ, അതായത് വാട്ടർ ബോൺ ഡിസീസസ്, ജലജന്യ രോഗങ്ങൾ, മഴക്കാലത്ത് നമ്മുടെ കുടിവെള്ളം മലിനമാകുന്നത് മൂലവും മഴക്കാലത്ത് കുത്തിയൊലിച്ചു വരുന്ന മലിനജലം കുടിവെള്ള സ്രോതസ്സുകളുമായിട്ട് കലരുമ്പോൾ കുടിവെള്ളം മലിനമാകുന്നത് മൂലം മറ്റും പലതരത്തിലുള്ള ജലജന്യ രോഗങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അതിനകത്ത് ഈ ഛർദി അതിസാര രോഗങ്ങളുണ്ട്, കോളറ പോലെയുള്ള ഗുരുതരമായിട്ടുള്ള ഡയറൽ ഡിസീസ് ഉണ്ട്, പിന്നെ മഞ്ഞപ്പിത്തം, എലിപ്പനി പോലെയുള്ള രോഗങ്ങൾ, ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങൾക്കെതിരെയൊക്കെ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കൂടാതെ കൊതുകുകൾ പരത്തുന്ന കൊതുകുജന്യ രോഗങ്ങളും മഴക്കാലത്ത് വ്യാപകമാകാറുണ്ട്. മഴക്കാലത്ത് രൂപപ്പെടുന്ന വെള്ളക്കെട്ടുകളിലും മറ്റും കൊതുകുകൾ പ്രജനനം നടത്തിയാണ് ഡെങ്കിപ്പനി പോലെയുള്ള, ചിക്കുൻ ഗുനിയ പോലെയുള്ള കൊതുകുജന്യ രോഗങ്ങളും മഴക്കാലത്ത് വ്യാപകമാകാറുള്ളത്. അപ്പോൾ ഇതിനെതിരായിട്ടൊക്കെ നമ്മളൊരു പ്രതിരോധ നടപടികൾ വ്യക്തിപരമായിട്ടും അതോടൊപ്പം തന്നെ സാമൂഹികമായിട്ടും നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനം കുടിവെള്ള ശുചിത്വം തന്നെയാണ്. വെള്ളം നന്നായിട്ട് 5 മിനിറ്റെങ്കിലും വെട്ടിത്തിളയ്ക്കണം. അതിനുശേഷം മാത്രമേ അത് ഉപയോഗിക്കാവൂ. പനിയും മറ്റും ഉള്ളപ്പോൾ കുട്ടികളെ സ്കൂളിലും മറ്റും വിടാതെ വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്കാനായി അനുവദിക്കണം. പിന്നെ വ്യക്തിപരമായിട്ടുള്ള ശുചിത്വം നമ്മൾ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ എല്ലാ അസുഖങ്ങളുടെയും ഒരു പൊതുലക്ഷണം എന്ന് പറയുന്നത് പനിയായിരിക്കും. അപ്പോൾ പനി വന്നു കഴിഞ്ഞാൽ അത് സാധാരണ പനിയാണെന്ന് വിചാരിച്ച് നമ്മൾ അതിനെ അവഗണിക്കാതെ സ്വയം ചികിത്സയും മറ്റും ചെയ്യാതെ വൈദ്യപരിശോധന നടത്താനും ഡോക്ടർമാരെ സമീപിക്കാനും മറ്റും ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. മുൻ വർഷങ്ങളെക്കാൾ മാലിന്യ സംസ്കരണ രംഗത്ത് കേരളത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മഴക്കാല രോഗങ്ങൾ ഇത്തവണ കുറയുമെന്ന് വിശ്വസിക്കാം. എങ്കിലും ഓരോ വ്യക്തിയും പരിസര ശുചിത്വത്തിലും വ്യക്തി ശുചിത്വത്തിലും വേണ്ട കരുതലുകൾ പാലിക്കണം. കാലവർഷത്തിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നഗരസഭയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട്. കൊല്ലം ഇട്ടിവ ഗ്രാമപഞ്ചായത്ത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽകുമാർ വാർത്താ തരംഗിണിയോട്. ഡെങ്കു ഫീവർ, അതുപോലെ ലെപ്റ്റോസ്പൈറ, മറ്റ് പകർച്ചവ്യാധികൾ കൂടുതലുള്ള വാർഡുകളിൽ വിസിറ്റ് ചെയ്ത് അവരുടെ ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ഷൻ പ്ലാനാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് ഡെങ്കു ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്ന ഏരിയകളിൽ ഇവിടെ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെട്ട ഒരു ടീം, 4-5 ടീം വിസിറ്റ് ചെയ്ത് അതിന് അബേറ്റ്, അതുപോലെ തന്നെ വെക്ടർ സ്റ്റഡി ഉൾപ്പെടെയുള്ള സോഴ്സ് റിഡക്ഷൻ, അതുപോലെ ISS എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിറ്റ് ഉപയോഗിച്ച് റൂമുകൾ ISS ചെയ്യുക എന്ന വർക്കുമാണ് നമ്മൾ സാധാരണ ഇപ്പോൾ ചെയ്തു വരുന്നത്. അതിന് റബ്ബർ പ്ലാന്റേഷൻ കൂടുതലുള്ള മേഖലയാണ് ഇവിടെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് റബ്ബർ പ്ലാന്റേഷൻ ആൾക്കാരുടെ മീറ്റിംഗ് വിളിച്ച് അതനുസരിച്ച് മഴക്കാല പൂർവ്വ ശുചീകരണവുമായിട്ട് ബന്ധപ്പെട്ട് വർക്കുകൾ നേരത്തെ നടപ്പാക്കിയാൽ എല്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പിനും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ പറ്റും എന്നാണ് നമ്മുടെ ഈ വർക്കിൽ നിന്ന് മനസ്സിലാക്കുക. സന്നദ്ധ പ്രവർത്തകരെ ഇടപെടിച്ച് നമുക്ക് വേസ്റ്റ് മാനേജ്മെന്റ് പഞ്ചായത്ത് തലത്തിൽ നമ്മൾ സ്വരൂപിച്ച് നടക്കുന്നുണ്ട്. ഈ എലി നശീകരണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലുറപ്പുകാർക്ക് ഡോക്സി സൈക്ലിൻ വിതരണം, ഇത് കൃത്യമായ ഇടവേളകളിൽ തൊഴിലുറപ്പ് പണിക്കാർക്ക് നമ്മൾ ഇവിടുന്ന് ഡോക്സി സൈക്ലിൻ 200 mg വഴി നൽകുന്നുണ്ട്. മഴക്കാലം പ്രകൃതിയുടെ വരദാനമാണ്. കവികൾക്ക് മാത്രമല്ല, സാധാരണക്കാർക്കും മഴ എന്നും ഒരു സുഖമുള്ള കാഴ്ചയാണ്. അത് സുഖകരമാകണമെങ്കിൽ നമ്മൾ ഒരളവ് വരെയെങ്കിലും സുരക്ഷിതരായിരിക്കണം. പ്രകൃതിക്ഷോഭങ്ങൾ നേരിടാനുള്ള മുന്നൊരുക്കങ്ങളിലും പകർച്ചവ്യാധികളോടുള്ള മുൻകരുതലിലും ജാഗ്രതയോടെ പങ്കുചേരാം. വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും പാലിച്ച് വരവേൽക്കാം കാലവർഷത്തെ. പ്രകൃതി ദുരന്തങ്ങൾ ഏതുമില്ലാത്ത നാടിന് സമൃദ്ധിയും സമാധാനവും മാത്രം നൽകുന്നതാവട്ടെ ഈ വർഷകാലം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലത VS.
വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.